ആത്മീയത്തെ ഉപാസീത മന്ത്രത്തിന്റെ ഭാഷ്യമാണ്. ഇത് വളരെ ദീർഘമായി ഇവിടെ ചർച്ച ചെയ്യുന്നു. വിദ്യാസൂത്രം എന്നാണ് ഇതിന്റെ പേര് എന്ന് പറയും വ്യാഖ്യാതാക്കൾ പറയുന്നത്. ആത്മവിദ്യയുടെ സൂത്രരൂപത്തിലുള്ളതാണ് ഒരു വാക്യമെന്നാണ്. ഇവിടെ അദ്വൈതപക്ഷത്തിൽ തത്വജ്ഞാനം അതാണ് മുക്തിക്ക് കാരണം. ആ തത്വജ്ഞാനം വിധേയമായിട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ വിധേയം എന്ന് പറഞ്ഞാൽ തന്നെ കർത്തവ്യം ആണ്. വിധി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്തവ്യത്തെയാണ്. ഇവിടെ ജ്ഞാനത്തിൽ കർത്തവ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? കാരണം ഇത് വേദത്തെ ആധാരമാക്കിയാണ് ചർച്ച. വേദത്തിൽ കർത്തവ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. യാഗവും മറ്റും വിധേയമല്ല എന്ന് പറഞ്ഞാൽ കർത്തവ്യമൊന്നുമില്ല. അതുപോലെ ജ്ഞാനവും കർത്തവ്യമായിക്കൂടെ? ജ്ഞാനത്തെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് പലരും ചോദിക്കുകയും ചർച്ച ചെയ്യുന്നതാണോ ജ്ഞാനം? അങ്ങനെ ചെയ്യുന്നതാണ് ജ്ഞാനം, ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ജ്ഞാനം അദ്വൈതത്തെ സംബന്ധിച്ച്. അത് യഥാർത്ഥമായി എന്താണ് ജ്ഞാനം എന്ന് മനസ്സിലാക്കണം. എന്തല്ല എന്ന് മനസ്സിലാക്കണം ജ്ഞാനം. പലപ്പോഴും ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് അല്ലെന്ന് മനസ്സിലാക്കേണ്ടി വരും. പ്രത്യക്ഷ സിദ്ധമല്ലാത്ത കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. എന്തല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത്. ഒരാള് ആനയെ കണ്ടിട്ടുണ്ട്, അയാളോട് ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഉടനെ മനസ്സിലാവും. അയാളുടെ മനസ്സിലാ രൂപത്തിൽ അതിനെക്കുറിച്ചുള്ള സ്മൃതി ഉണ്ടാകും. കാരണം മുമ്പ് അയാൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യക്ഷമായി. പക്ഷെ അത് കണ്ടിട്ടില്ലാത്ത ഒരാളുടെ അടുത്ത്
പിന്നീട് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? എന്തല്ല, അത് കുതിരയല്ല, പശുവല്ല, നായല്ല എന്നിങ്ങനെ പറഞ്ഞു അയാളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ആ ധാരണ വ്യക്തമാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇന്നുണ്ട ചർച്ച. തത്വജ്ഞാനം ഇന്നതാണ്, അതിന്റെ സ്വരൂപം ഇന്നതാണ്. അത് കർമ്മം പോലെ കർത്തവ്യമായ ഒന്നല്ല. എന്തുകൊണ്ട് കർത്തവ്യമായല്ല? കാരണം ആ ജ്ഞാനം ശ്രുതിവാക്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ആർക്കാണ് ഉണ്ടാകുന്നത്? ശ്രോതാവിന്. ശ്രോതാവിന് എവിടെ ഉണ്ടാകും? ശ്രോതാവിന്റെ അന്ധകരണത്തിൽ. എങ്ങനെയുള്ള ശ്രോതാവിന്? ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് യോഗ്യമായ ശ്രോതാവിന്. സയൻസും കണക്കുമെല്ലാം നമ്മൾ പഠിക്കുന്നു. ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന സയൻസോ കണക്കോ ഒരു LKG കുട്ടിയെടുത്ത് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ബോധം ഉണ്ടാകും? കേവലം ശബ്ദം കേൾക്കും, അതൊരിക്കലും ബോധം ഉണ്ടാകത്തില്ല. കേൾക്ക്, ശബ്ദം കേൾക്കും, എന്താ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ആ പറയുന്ന ശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള പക്വത വേണം. പല ക്ലാസ്സുകൾ പഠിച്ച് അതെല്ലാം മനസ്സിലാക്കുന്നതിനുള്ള ഒരു യോഗ്യത വന്നു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാകും എന്താണ് ആ പറയുന്നത്. അതുപോലെ ഇവിടെയും യോഗ്യത ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നതിന് മറ്റെന്തെങ്കിലും ഉപായമുണ്ടോ? കാരണം പല ശാസ്ത്രങ്ങൾ, പല ആചാര്യന്മാര് ഉണ്ട്. എന്തായാലും ജ്ഞാനം അത് കൂടിയത്. ജ്ഞാനാദേവ കൈവല്യം. ജ്ഞാനം കൊണ്ട് മാത്രമേ ഉള്ളൂ മോക്ഷം. ജ്ഞാനത്തിന് ചിത്തവൃത്തി നിരോധം ഉപായാന്തരമായിക്കൂടെ? അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് കഴിയില്ല എന്ന് പറയുന്നു. അത് വിശദീകരിച്ചു. എന്തുകൊണ്ട്? ഇവിടെ വേദാന്തത്തിൽ, അതായത് ഉപനിഷത്തിൽ അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ച് ബ്രഹ്മാത്മവിജ്ഞാനമല്ല, സദാത്മീകത്വ വിജ്ഞാനം, അതല്ലാതെ പുരുഷാർത്ഥ സാധനം, മോക്ഷസാധനമായി ഒന്നിനെ സ്വീകരിക്കുന്നില്ല. വൃത്തിനിരോധത്തെ സ്വീകരിക്കുന്നില്ല. അതെന്താണ് വൃത്തിനിരോധം? എങ്ങനെയാണത് മോക്ഷസാധനമായി യോഗി സ്വീകരിച്ചിരിക്കുന്നത്? അതെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അദ്വൈത ദർശനത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതും എന്നാൽ അതിനോട് വീഷഭേദം ഉള്ളതുമാണ് യോഗ സിദ്ധാന്തം. അതിന്റെ സമാനതകളും അതിന്റെ വൈജാത്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. തത്വജ്ഞാനം രണ്ടുപേരും അംഗീകരിക്കുന്നു. തത്വജ്ഞാനം ഇവിടെ സദാത്മീകത്വജ്ഞാനം, അവിടെ പ്രകൃതി പുരുഷ വിവേകജ്ഞാനം. ആത്യന്തികമായി രണ്ടു കൂട്ടർ സ്വീകരിച്ചിരിക്കുന്നത് മോക്ഷം, കൈവല്യം തന്നെ, കേവലഭാവം, ഏകത്വം എന്നാണ് യോഗ പതഞ്ജലി പറയുന്നത്. ആത്യന്തികമായി അത് തന്നെ. പ്രകൃതി ദൃശ്യമല്ലാതായി തീരുമ്പോൾ പുരുഷൻ ആ കേവലഭാവത്തിൽ നിൽക്കുന്നു. അവിടെ പിന്നെ വാക്കിനും മനസ്സിനും ഒന്നും പ്രവൃത്തിയില്ല. യോഗിയും പറയുന്നു. പക്ഷെ എന്നിട്ടും താത്വികമായി, സിദ്ധാന്തപരമായി യോഗി പല പുരുഷന്മാരെ സ്വീകരിക്കുന്നു. ഓരോ പുരുഷനും ഓരോ മുക്തി. ആ പല പുരുഷന്മാരെ സ്വീകരിക്കുന്നിടത്ത് അദ്വൈതി അഭേദത്തെ സ്വീകരിച്ചിരിക്കുന്നു. ആത്മീയവേദം സർവം. അത് യോഗിക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. പ്രകൃതി വേറെ, പുരുഷൻ വേറെ.
പ്രകൃതി ഒരു പുരുഷനെ സംബന്ധിച്ച് ദൃശ്യമാകുന്നില്ലെങ്കിലും മറ്റ് അനന്ത പുരുഷന്മാർക്ക് വീണ്ടും അത് ദൃശ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രകൃതി വേറെ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള ഭേദങ്ങളുണ്ട്. അതുകൊണ്ട് ചിത്തവൃത്തി നിരോധം എന്ന് വെച്ചാൽ യോഗം. ഇത് പതഞ്ജലിയുടെ യോഗമാണ്, അഷ്ടാംഗ യോഗത്തിനനുസരിച്ചാണ്. എല്ലാ യോഗങ്ങളെയും ഇങ്ങനെ സ്വീകരിക്കുന്നു. അതിൽ തന്നെ യോഗം എന്ന് പറഞ്ഞാൽ യോഗസമാധി. അതാണ് യോഗസമാധിയാണ്. അപ്പൊ അതിനാണ് ഇപ്പം നിരോധം എന്ന് പറയുന്നതിന്റെ അർത്ഥം സമാധിയായി. ചിത്തവൃത്തി നിരോധത്തിലൂടെ വരുന്ന സമാധി, സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം, മുഖ്യമായി രണ്ടാണ്. ആ സമാധിയാണ് ഇവിടെ നിഷേധിക്കുന്നത്. അങ്ങനെ നിഷേധിക്കുന്നു. ഇനി ഭാഷ്യകാരൻ പറയുന്നു, ഇനി അതിനെ അംഗീകരിച്ചാലും ശരി. കാരണം പറഞ്ഞല്ലോ, യോഗവും പൂർണ്ണതയുള്ള ഒരു ശാസ്ത്രമാണ്. അനന്യ സാധനത്വച്ച നിരോധസ്യ, നിരോധത്തെ അങ്ങനെ സ്വീകരിക്കാം. അതൊരു അന്യസാധനമല്ല, അങ്ങനെ സ്വീകരിക്കും. ഫലത്തിൽ രണ്ടും ഒന്നല്ലേ. ആ രീതിയിൽ നിരോധത്തിൽ എന്താ ചെയ്യുന്ന യോഗി? ധ്യേയ വസ്തുവിൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതുകൊണ്ട് മറ്റുള്ളതെല്ലാം നിരോധിക്കപ്പെടുന്നു. സംയമത്തിലൂടെ ധാരണ, ധ്യാന, സമാധി ഇതിലൂടെ വിവേകഖ്യാതി പ്രാപിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ആത്മബോധം ഉണ്ടാകുന്നു. ആത്മബോധത്തിൽ ഭേദബോധം നശിക്കുന്നു. അത് ശ്രവണം കൊണ്ടാണെന്ന് വ്യത്യാസമേ ഉള്ളൂ. മറ്റ് സാധനങ്ങളുടെ കാര്യമാണെങ്കിൽ യമനിയമാദികൾ അത് അദ്വൈതിക്കും ബാധകമാണ്. അത് വിടാൻ കഴിയത്തില്ല. അധികാരിയുടെ യോഗ്യതയാണ്. അധികാരിയുടെ വിശേഷങ്ങളായിട്ട് അതിനെ സ്വീകരിച്ചിരിക്കുന്നു. അവിടെ വേദാന്ത വാക്യ ശ്രവണം കൊണ്ട് ജ്ഞാനമുണ്ടാകും, ഭേദബുദ്ധി നശിക്കുന്നു. അതുകൊണ്ട് ഇതിനെയും നിരോധത്തെയും ഫലത്തിൽ അത് തന്നെ സംഭവിക്കും. ഭേദബുദ്ധി എന്താണ്, ജ്ഞാനം എന്താണ്, ഇക്കാര്യത്തിലെല്ലാം വ്യത്യാസമുണ്ടെങ്കിലും സാധന എന്നുള്ളതാണ്. രണ്ടിനും സമാനതയുണ്ട്. അതുകൊണ്ട് നിരോധത്തെ അങ്ങനെ സ്വീകരിച്ചാലും പൂർണ്ണമായിട്ടുള്ള ഭാഷ്യകാരൻ പറയും അഭ്യുപഗമ്യത. അങ്ങനെ ഒന്ന് അംഗീകരിച്ചാൽ പറയണം. നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്, തത്കാലം നിങ്ങൾ പറയുന്ന അംഗീകരിച്ചാൽ എങ്ങനെയായിരിക്കും ആ രീതി. അതിന് സിദ്ധാന്തമായി സ്വീകരിച്ചുകൊണ്ടല്ല. ആത്മവിജ്ഞാന തസ്മൃതി സന്താന വ്യതിരേകേണ ചിത്തവൃത്തി നിരോധസ്യ സാധനം അസ്തി. ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ആത്മജ്ഞാന തസ്മൃതി സന്താനം മുമ്പ് പറഞ്ഞു, ഇനി വിശദീകരിക്കും. അതല്ലാതെ ചിത്തവൃത്തി നിരോധത്തെ സാധനമായി ഇവിടെ സ്വീകരിക്കുന്നില്ല. ചിത്തവൃത്തി നിരോധം അഭ്യാസത്തിൽ അത് ആരംഭിക്കുമ്പോൾ സമാധിക്ക് സാധനമാകുന്നു. അതുതന്നെ സമാധിയുടെ പരിപക്വതയിൽ അത് വിവേകജ്ഞാനത്തിന് സാധനമാകും. അതുതന്നെ അത് കഴിഞ്ഞ് പരവൈരാഗ്യത്തിന്, വിവേകഖ്യാതിക്ക് ശേഷം പരവൈരാഗ്യം. അതാണ് വൈരാഗ്യം തുടക്കത്തിലേ വേണം. എന്നാലും സാധകൻ ആ വിവേകഖ്യാതി വിട്ടുപോകാൻ പാടില്ല. സാധകൻ വീണ്ടും ബഹിർമുഖനായി പ്രപഞ്ച വ്യവഹാരത്തിൽ
വരാൻ പാടില്ല. പ്രപഞ്ച വ്യവഹാരം എന്ന് പറയുമ്പോൾ ബഹിർമുഖമായി പ്രവർത്തിക്കുന്നതല്ല. ക്ഷുത്പിപാസ, വിശപ്പ്, ദാഹം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രപഞ്ച വ്യവഹാരങ്ങൾ പുരുഷൻ വരാൻ പാടില്ല. അതിന് പരവൈരാഗ്യം വേണം. ജ്ഞാനരൂപത്തിലുള്ള പരവൈരാഗ്യം, അതാണ് യോഗി പറയുന്നത്. വിവേകഖ്യാതി പോലെയുള്ള ജ്ഞാനമാണ് വൈതൃഷ്ണ്യം. ആ പരവൈരാഗ്യം കൊണ്ട് അതിനോടെല്ലാം വിതൃഷ്ണ ഉണ്ടാകുന്നു. കൃഷ്ണ അവിടെ നശിക്കുന്നു. അപ്പൊ ശരീരസംബന്ധിയായോ ലോകസംബന്ധിയായോ ഒരു കാര്യങ്ങളിൽ യോഗി പ്രവർത്തിക്കുന്നില്ല. യോഗിക്ക് കർമ്മമില്ല. അവിടെ പരിപൂർണമായ കർമ്മത്യാഗം. അങ്ങനെ ചിത്തം ദഗ്ധ ബീജം പോലെ ആകുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിത്തത്തിൽ പരിണാമം സംഭവിക്കുന്നത്. പിന്നെ ചിത്തത്തിൽ പരിണമിക്കാൻ വയ്യ. പരിണമിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ സാമ്യാവസ്ഥയെ പ്രാപിക്കുന്നു. ഇതാണ് യോഗത്തിന്റെ രീതി. പക്ഷെ അവിടെ അദ്വൈതി പറയുന്നത് ഇനി നിങ്ങൾ അതിനെ ഒരു സാധനമായി സ്വീകരിച്ചാണ്. ക്രമേണ അത് ആത്യന്തികമായി അതും ജ്ഞാനത്തിലെത്തുന്നുണ്ടല്ലോ. ജ്ഞാനത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ. എന്നാൽ ഇവിടെ അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സാധനമായി സ്വീകരിക്കാൻ സാധ്യമല്ല. ആത്മവിജ്ഞാന സ്മൃതി. ഇനി ചിത്തവൃത്തി നിരോധത്തെ നിങ്ങൾ മുക്തിക്ക് ഹേതുവായി സ്വീകരിച്ചാലും ശ്രുതി അതിനെ വിധിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് വാസ്തവത്തിൽ മുക്തിക്ക് ഹേതുവല്ലാത്തതുകൊണ്ട്. മുക്തിക്ക് ഹേതുവല്ലാത്തതിന് മുക്തിക്ക് ഹേതുവായിട്ട് എങ്ങനെ വിധിക്കും? അപ്പൊ സാങ്കേതികമായി പറഞ്ഞാൽ അത് ഒരു തരത്തിൽ സ്വീകരിക്കാൻ സാധ്യമല്ല. നതു ബ്രഹ്മവിജ്ഞാനം വ്യതിരേകേണ അന്യമോക്ഷസാധനം അവഗമ്യതേ. മറ്റെന്തെല്ലാം പറഞ്ഞാലും ശരി, ബ്രഹ്മവിജ്ഞാന വ്യതിരേകേണ, ബ്രഹ്മവിജ്ഞാനം അതല്ലാതെ മോക്ഷസാധനമായി വേറൊന്നിനെയും അദ്വൈതത്തിൽ സ്വീകരിക്കുന്നില്ല. യോഗമോ ഭക്തിയോ കർമ്മമോ ഒന്നിനെയും. എവിടെയെങ്കിലും അങ്ങനെ എന്തിനെങ്കിലും മോക്ഷസാധനം എന്ന് പറയണമെങ്കിൽ അത് ജ്ഞാനമായി സ്വീകരിച്ചുകൊണ്ടാണ്. അദ്വൈതത്തിൽ ഭക്തിയെ മോക്ഷസാധനമായി പറയുന്നത് ജ്ഞാനം തന്നെ സ്വീകരിച്ചുകൊണ്ട്. യോഗത്തെ എവിടെയെങ്കിലും മോക്ഷസാധനം പറയുന്നെങ്കിൽ അത് ജ്ഞാനമായി സ്വീകരിച്ചുകൊണ്ട്. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മോക്ഷസാധനമാകും. മറ്റുള്ള കാര്യങ്ങളല്ല. യോഗത്തിനോ ജ്ഞാനത്തിനോ യോഗത്തിനോ ഭക്തിക്കോ അങ്ങനെ ജ്ഞാനം എന്നുള്ള ഒരു പദവി നൽകുന്നതിന് പ്രയാസമുണ്ടെങ്കിൽ അതെല്ലാം ജ്ഞാന ഉത്പത്തിക്കുള്ള സാധനങ്ങളായി സ്വീകരിക്കും. ജ്ഞാനം ഉണ്ടാകുന്നതിന് അതെല്ലാം സഹായിക്കും. ജ്ഞാനം ഉണ്ടാകണമല്ലോ. ജ്ഞാനം ഉണ്ടാകുന്നതിന് യമനിയമാദി സാധനങ്ങൾ, ഈശ്വരാരാധന തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉപായങ്ങളാണ്. അതുകൊണ്ട് അതെല്ലാം ജ്ഞാന ഉത്പത്തിക്ക് രണ്ടും രണ്ടാണ്. ജ്ഞാനം ഉത്പന്നമാണ്ടേ. വേദാന്ത വാക്യം ശ്രവിച്ച് ജ്ഞാനം ഉണ്ടാകുന്നില്ല. അശ്രവണം കൊണ്ട് എന്താ പ്രയോജനം? ബധിരം ശ്രവിച്ചിട്ട് എന്താ പ്രയോജനം? ചെവി കേൾക്കാൻ കഴിയാത്തയാണ്. ആ ഉത്പത്തിക്കൊരു യോഗ്യത വേണം. ആ യോഗ്യതയ്ക്ക് വേണ്ടി ബാക്കിയുള്ള എല്ലാത്തിനെയും അദ്വൈതത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ മറ്റു യോഗ്യതകളെല്ലാം വന്നു ചേർന്നാൽ ആ ജ്ഞാനോത്പത്തി എങ്ങനെ സംഭവിക്കും? സാധാരണ പറയും, മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ജ്ഞാനം തനിയെ ഉണ്ടാകും. ജ്ഞാനം തനിയെ ഉണ്ടാകത്തില്ല. മനസ്സ് ശുദ്ധമായിട്ട് ജ്ഞാനം തനിയെ ഉണ്ടാകത്തില്ല. ജ്ഞാനം അതിന്റെ ഹേതുവിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ.
ജ്ഞാനത്തിന്റെ ഹേതു വേദാന്തവാക്യമാണ്. വേദാന്തവാക്യ ശ്രവണം കൊണ്ട്, കാരണം ആ വേദാന്തവാക്യത്തിന്റെ താല്പര്യമാണ് ജ്ഞാനം. വേദാന്തവാക്യം ശബ്ദാത്മകമായി ശ്രവിക്കുന്നു. വാക്യം ശബ്ദാത്മകമാണ്. ശ്രവിക്കുമ്പോൾ ശ്രോതാവിന്റെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് അതിന്റെ താല്പര്യ രൂപത്തിൽ ജ്ഞാനം ശ്രോതാവിന്റെ ഉള്ളിലുണ്ടാകുന്നു. അതിന് വേറെ ഹേതുക്കളില്ല. അതുകൊണ്ട് വേദാന്തവാക്യം ജ്ഞാനോത്പത്തിക്കുള്ള സാക്ഷാത് ഹേതു എന്ന് പറയും. മറ്റുള്ളതെല്ലാം പരമ്പരയായി ഹേതു, ഭക്തി, കർമ്മ, ഉപായങ്ങളല്ല. അതാണ് അദ്വൈതത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞെന്താണ് മോക്ഷസാധനം, ആ സദാത്മീകത്വ വിജ്ഞാനം അല്ലാതെ ആ ജ്ഞാനം കൊണ്ട് മോക്ഷം, മറ്റൊന്നിനെയും മോക്ഷസാധനമായി സ്വീകരിക്കുന്നില്ല എന്ന് ഇവിടെ ഇവിടെ യോഗത്തിൽ നിന്നും ഇതിനെ വേർതിരിച്ചിരിക്കുകയാണ്. ഇനി മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് വീണ്ടും മുമ്പ് പറഞ്ഞ പൂർവപക്ഷത്തിന് വീണ്ടും സമാനം പറയും. ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് തത്വജ്ഞാനം വിധേയമാണോ എന്നാണ്. വിധേയമാണെന്ന് പറഞ്ഞാൽ കർത്തവ്യമാണെന്ന് വരും. കർത്തവ്യമാണെന്ന് പറഞ്ഞാൽ തത്വജ്ഞാനവും മാനസികവുമായ ക്രിയയാണെന്ന് വരും. മാനസികമായ ക്രിയയാണെന്ന് പറഞ്ഞാൽ തത്വജ്ഞാന ഫലമായ മോക്ഷം ക്രിയാസാധ്യമാണെന്ന് വരും. ക്രിയാസാധ്യമാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ക്രിയ കൊണ്ട് സാധ്യമാകുന്നത് നശിച്ചു പോകുന്നതാണ്. അത് നശിച്ചു പോകും. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയും ചർച്ച ചെയ്തത്. അപ്പൊ തത്വജ്ഞാനം അങ്ങനെ ഒന്നല്ല. ആ തത്വജ്ഞാനത്തിന്റെ സ്വരൂപത്തെ ഗ്രഹിക്കാതെ ഒരാളങ്ങനെ ജ്ഞാനിയാകും. അതുകൊണ്ടത് വിധേയമല്ല, ക്രിയയല്ല. അതിനെ ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ആകാംക്ഷ അഭാവാച്ച ഭാവനാഭാവ എന്നുപ പറഞ്ഞു. യജ്ഞേത തുടങ്ങിയ വാക്യങ്ങളിൽ അംശത്രയമുണ്ട്. അപൂർവപക്ഷത്തിൽ പറഞ്ഞാണ് കിം കേന കഥം. അവിടെ ഭാവന എന്ന് പറയുന്നു. ആകാംക്ഷ നിവൃത്തി ഉണ്ടാകുന്നു. അതുപോലെ ഇവിടെ ഉണ്ടാകുമോ? യദുക്തം വിജയദൈത്യാദു കിം കേന കഥമിതി ഭാവന ആകാംക്ഷായാം ഫല സാധന കൃതികർത്ത ഇതി കർത്തവ്യതാഭിർ ആകാംക്ഷ അപനയനം. അവിടെ കേൾക്കുമ്പോൾ കിം എന്താണ് സാധിക്കേണ്ടത്, കേന എന്തുകൊണ്ടാണ്, കഥം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ആകാംക്ഷ ഉണ്ടാകുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു, അതിന് ഭാവനയുണ്ട്, ഇന്നതാണ് ഫലം, യാഗമാണ് സാധന, അതിങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള അറിവുണ്ടാകുന്നു. അപ്പോൾ ആകാംക്ഷ ഇല്ലാതാകുന്നു. തദ്വിധിഹാപി ആത്മവിജ്ഞാന വിധു. അതുകൊണ്ടിവിടെ ആത്മവിജ്ഞാന വിധിയിലും ഇങ്ങനെ ആകാംക്ഷ ഉണ്ടാകും, ഭാവന ഉണ്ടാകും, നിവർത്തിക്കും. ഇതി തദസത്. അതൊക്കെ മുമ്പ് വിശദീകരിച്ചാണ്. അതൊന്നും ശരിയല്ല. എന്തുകൊണ്ട്? അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഏകമേവാദ്വിതീയം തത്വമസി നേതി നേതി അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ ഇത്യാദി വാക്യാർത്ഥ വിജ്ഞാന സമകാലമേവ സർവാകാംക്ഷ വിനിവൃത്തേഹി. അത് മുമ്പും പറഞ്ഞു. ശ്രവണ സമകാലമേവ, അതാണ് നേരത്തെ പറഞ്ഞത്. ജ്ഞാനം ശ്രവണകാലത്തിൽ തന്നെ സംഭവിക്കുന്നു, പിന്നീട് സംഭവിക്കുന്നതല്ല, സമാധിയിൽ സംഭവിക്കുന്നതല്ല. അത് മുമ്പ് വ്യക്തമായും പറഞ്ഞു. ഇവിടെ പറയുന്നു ആ ശ്രവണകാലത്തിൽ തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു.
ഒരാള് പറയുന്നു, ആന, കുതിര, എന്താ ഇത് കേട്ട് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാണോ ഞാനുണ്ടാകുന്നത്? അല്ലല്ലോ. അവർ വാക്യം ശ്രവിക്കുമ്പോൾ ശ്രവിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാനുണ്ടാകുന്നത്. അത് വാക്യത്തിന്റെ സ്വഭാവമാണ്. ശ്രവിക്കുന്ന സമയത്ത് തന്നെ ആ ജ്ഞാനം ഉണ്ടാവും. ശബ്ദത്തിന്റെ സ്വഭാവമാണ്. കേൾക്കുന്ന സമയത്ത് തന്നെ ജ്ഞാനം ഉണ്ടാവും. പക്ഷെ ആന, കുതിര എന്നൊക്കെ പറയുന്നത് സാഹിബിന്റെ അടുത്താണെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല. കാരണം ആ ഭാഷ അറിയത്തില്ല. ഇനിയൊരു കുഞ്ഞിന്റെ അടുത്ത് പറയും, അതിന് ശബ്ദാർത്ഥ ജ്ഞാനമില്ല, അതിന് ബോധം ഉണ്ടാകത്തില്ല. അത്തരം സ്ഥലങ്ങൾ വിടുക. ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത ഒരാളുടെ അടുത്ത് പറയുന്നു, അയാൾക്ക് ബോധം ഉണ്ടാകത്തില്ല. അതെല്ലാം വിട്ടുകഴിഞ്ഞാൽ ആ ശബ്ദത്തിൽ നിന്ന് ആ ബോധം ഉണ്ടാകാൻ യോഗ്യതയുള്ള ഒരുവനാണെങ്കിൽ ആ ശബ്ദത്തിന്റെ സ്വഭാവമാണ് അത് കേൾക്കുന്ന സമയത്ത് തന്നെ ബോധത്തെ ഉണ്ടാക്കുന്നത്. ഇവിടെ വിശേഷിച്ചും കാലാപേക്ഷയില്ല. കാരണം ആന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ താമസം വന്നിരിക്കും. കാരണം ആ വസ്തുവിനെ കുറിച്ച് അയാൾക്ക് യാതൊരു പരിചയമില്ല, ശബ്ദം കേട്ടതേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്, തന്നിൽ നിന്ന് അന്യമായ ഒന്നിനല്ല, താൻ അന്വേഷിച്ച് പോകേണ്ട ഒന്നിനെയല്ല ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രവണകാലത്തിൽ തന്നെ ബോധം ഉണ്ടാകുന്നു. ജ്ഞാനോത്പത്തിക്കുള്ള യോഗ്യതകൾ ആ വ്യക്തിയുടെ അന്ധകരണത്തിലുണ്ടെങ്കിൽ അപ്പോൾ ബോധമുണ്ടാകും. അങ്ങനെ ബോധമുണ്ടായാൽ ഇത്യാദി വാക്യാർത്ഥ വിജ്ഞാന സമകാലമേവ, ആ കാലത്തിൽ തന്നെ സർവാകാംക്ഷ നിവൃത്തെ വിനിവൃത്തെ, എല്ലാ ആകാംക്ഷകളും. നേരത്തെ പറഞ്ഞല്ലോ, കിം, എന്താണ് സാധിക്കേണ്ടത്, ഏകമേവ അദ്വിതീയം എന്ന് കേട്ടുകഴിഞ്ഞാൽ അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കിയാൽ ഇനി എന്താ സാധിക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള അവകാശം ഇവിടെ ഇല്ല. അങ്ങനെ സ്വസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ ഇതെങ്ങനെ, ഇനി എന്താ ചെയ്യേണ്ടത്? സദൈവ സൗമ്യതമഗ്ര ആസീതേകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടാണ് തത്വമസി പറയുന്നത്. വെറുതെ അങ്ങ് പറയുകയല്ല. ആ സത്ത്, സൃഷ്ടിക്ക് കാരണമായിരുന്ന സത്ത് ഏകം അദ്വിതീയമാണെന്ന് ബോധിപ്പിക്കുന്നു. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്ത് ഏകവും അദ്വിതീയവുമായ തനിക്കെന്താ അതുകൊണ്ട് കാര്യം? തന്നെ എങ്ങനെ സംബന്ധിക്കുന്നു? അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നു. ഏകമേവ അദ്വിതീയമായിരിക്കുന്ന ആ സത്ത്, തത്, അത് ത്വം, അത് നീയാണ് എന്ന് ബോധിപ്പിക്കുന്നു. ഏകവും അദ്വിതീയവുമായ ആ സദ്വസ്തുവാണ് നീ എന്ന് ബോധിപ്പിച്ചാൽ, രണ്ടാമതൊന്നില്ല എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകാംക്ഷ എങ്ങനെ? കിം കേന കഥം, ഇങ്ങനെയുള്ള ആകാംക്ഷയോട് ഉണ്ടാകത്തില്ല, അത് നശിക്കുന്നു. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിധേയമല്ല എന്ന് മനസ്സിലാക്കി തരാനാണല്ലോ പറയുന്നത്. ഈ തത്വബോധത്തിൽ കർത്തവ്യമില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഏകമേയോ അദ്വിതീയമായ ആ സത്യം, അതാണ് നീ എന്ന് ബോധിപ്പിക്കുന്നു. ശ്രുതി അതാ ചെയ്യുന്നു. ശ്രുതി കേവലം തത്വമസി എന്ന് പറയില്ല. അങ്ങനെ തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ തത്വം? എന്തെങ്കിലും മനസ്സിലാവും? അത് എവിടെ പോലെ തുടങ്ങിയത്? നമ്മൾ തത്വമസി വ്യാഖ്യാനിച്ചത് തത്വമസി വാക്യം പറയുന്നതിന് മുമ്പാണ്. ഏകമേവ അദ്വിതീയം പോലാണത് വിശദീകരിച്ചത് ഭാഷ്യകാരൻ. ഏകമേവ അദ്വിതീയമാണ് തത്വെന്ന് ആണ് ബോധിപ്പിക്കുന്നത്. അത് നീയാണ്, ഇത്രയേ ഉള്ളൂ. അവസാനം പിന്നെ ഇവിടെ പറയുന്നതിന് അല്പമേ ഉള്ളൂ. എന്താണോ ഇതുവരെ ഞാൻ വിശദീകരിച്ച തത്വം, സൃഷ്ടുവാ തദേവൻ ഇപ്രാവശ്യം സൃഷ്ടിച്ച് അനുപ്രവേശം ചെയ്തിരിക്കുന്നു എന്നെല്ലാം പറയുന്ന അത് നീയാണെന്നാണ്. ആ ഒരംശമേ ഉള്ളൂ പിന്നീട് ബോധിപ്പിക്കാൻ.
തത്വത്തെ സ്വസ്വരൂപമായി ബോധിപ്പിക്കുന്നു. തത്വം എന്താണെന്ന് നേരത്തെ തന്നെ ബോധിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരുവനോടാണ് അത് ബോധിപ്പിക്കുന്നത്. തത്വന്റെ അർത്ഥം മനസ്സിലാക്കാത്തവരോട് അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശ്രുതി അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ അതാണ് തന്റെ സ്വരൂപമെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കർത്തവ്യമായിട്ട് എന്താ ഉള്ളത്? ഉപാസന, ധ്യാനം കർത്തവ്യമായിട്ടില്ല. കാരണം ഇനി ബോധിക്കാൻ രണ്ടാമതൊന്നുമില്ല. എന്ത് ബോധിക്കാനാണ് പിന്നെ ധ്യാനിക്കുന്നത്? ധ്യാനിച്ചിട്ട് എന്ത് ബോധിക്കാനാണ്? പരമാർത്ഥത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞു. അത് ബോധിച്ചവന് പിന്നീട് ധ്യാനിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് വിധേയമല്ല, കർത്തവ്യമല്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത് ശ്രുതിവാക്യത്തെ ശ്രവിച്ച് എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്കിനി അതിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ശ്രുതിവാക്യത്തിന്റെ താല്പര്യം ഗ്രഹിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതാണ് ഭാഷ്യകാരൻ പറഞ്ഞു വരുന്നത്. എന്താണ്? വാക്യാർത്ഥ വിജ്ഞാന സമകാലമേവ. എപ്പോഴാണോ ആ വാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടാകുന്നത്, എപ്പോ വാക്യശ്രവണത്തിൽ നിന്ന്, അല്ലാതെ വിജ്ഞാനം ഉണ്ടാകാൻ വഴിയില്ല. ആ വാക്യശ്രവണത്തിൽ നിന്ന് വാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടാകുന്ന ആ കാലത്തിൽ തന്നെ സർവ ആകാംക്ഷകളും, പിന്നെ ഇതെങ്ങനെ സാധിക്കണം, ഇതുകൊണ്ട് എന്താ സാധിക്കേണ്ടത് തുടങ്ങിയ സർവ ആകാംക്ഷകളും അവിടെ നിവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ അവന് കർത്തവ്യമായിട്ടില്ല, മാനസികമായ കർത്തവ്യമില്ല. പിന്നെ അവന് ധ്യാനിക്കേണ്ടതായി ഒന്നും തന്നെ ഇല്ല. ശരി, ഇങ്ങനെ കേട്ടുകഴിഞ്ഞു. ഇത് പറയുന്നതോ ഇത് കേട്ടാൽ പോരാ, പിന്നീട് പോയി ധ്യാനിച്ച് സാക്ഷാത്കരിക്കണമെന്ന്. അത് ശരിയാണ്. ഇവിടെ ആർക്കാണോ ഈ സർവാകാംക്ഷ വിനിവൃത്തി അതുണ്ടാകാം, ആർക്കാണോ ശ്രുതിവാക്യം ശ്രവിച്ചിട്ട് ബോധം ഉണ്ടാകാം, ബോധം ഉണ്ടായില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം. അതിന് ഉപാസനയിൽ ഉൾപ്പെടെയുള്ള വഴികളെ ഇവിടെ ശ്രുതി തന്നെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് വിജ്ഞാന സമകാലത്തിൽ തന്നെ സർവാകാംക്ഷ വിനിവൃത്തി, ആകാംക്ഷ നിവർത്തിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വിധേയമില്ല, കർത്തവ്യമില്ല. അതുകൊണ്ട് ശാരീരികമായ ക്രിയ എന്നുള്ളതല്ല, മോക്ഷത്തിനു വേണ്ടി മാനസികമായ ഒരു ക്രിയയും ധ്യാന അഭ്യാസമോ ചിത്തവൃത്തി നിരോധമോ സമാധി പരിശീലനമോ സർവത്തെയും ഇവിടെ നിഷേധിക്കുന്നു എന്നാണ്. ആ ബോധത്തിൽ എന്നുവെച്ചാൽ വാക്യാർത്ഥ വിജ്ഞാനേ വിധി പ്രയുക്ത പ്രവർത്തത്തെ എന്ന് പറയുന്നു. അങ്ങനെ ഒരു വിജ്ഞാനം ഉദിച്ചാൽ, ശ്രുതിയുടെ താല്പര്യത്തെ ഒരുവൻ ഗ്രഹിച്ചാൽ, അവൻ എങ്ങനെയാണോ സ്വർഗകാമോ യജേത എന്നുള്ള വാക്യം കേട്ട് യാഗം ചെയ്യണമെന്നുള്ള ബോധമുണ്ടായി. ആ ബോധം ആ വിധിയാൽ പ്രേരിതനായി അവനെന്ത് ചെയ്യുന്നു? വീണ്ടും യാഗത്തിൽ പ്രവർത്തിക്കുന്നു, കർമ്മത്തിൽ പ്രവർത്തിക്കുന്നു. ആ കർമ്മം വാചികം, മാനസികമോ കായികം എന്നിങ്ങനെ പല ഭേദത്തിലുണ്ട് യാഗകർമ്മം. അവിടെയെല്ലാം അത് ശരിയാണ്. അവിടെ എന്താണ്? തന്നിൽ നിന്ന് അന്യമായ യാഗത്തെ ബോധിപ്പിച്ചു, അതിന്റെ ഫലത്തെ കാണിച്ചു തന്നു. അതിനുവേണ്ടി രാഗമുള്ള ഒരുവനോടാണ് പറഞ്ഞത്. ആ രാഗത്തെ ആശ്രയിച്ച് അവൻ പ്രവർത്തിക്കുന്നു. അത് അവിടെ അതെല്ലാം ശരിയാണ്. പക്ഷെ ഇവിടെ എന്താണ്? വാക്യാർത്ഥ വിജ്ഞാനെ തത്വമസി ശ്രവിച്ചു കഴിഞ്ഞാൽ വിധി പ്രയുക്ത പ്രവർത്തതേ, വിധിയിൽ പ്രേരിതനായി ആ ബോധം സ്വയം വിധേയമായിക്കൊണ്ട് അവന് പ്രേരണ നൽകിക്കൊണ്ട് അവൻ മറ്റൊന്നിലും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കത്തില്ല. അവിടെ അന്യവസ്തുവിനെയാണ് ബോധിപ്പിച്ചത്, ഇവിടെ സ്വസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. ആ വ്യത്യാസം.
സ്വസ്വരൂപത്തെ വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ട് പിന്നീട് അവിടെ പ്രവൃത്തിയില്ല. ഇതാണ് സിദ്ധാന്തം. വിദ്യന്തര പ്രയുക്തോച അനവസ്ഥാദോഷം അവോചാമ. നേരത്തെ പറഞ്ഞു, ഒരു ജ്ഞാനം, ആ ജ്ഞാനത്തിന് പ്രേരണ, പിന്നെ അതിന് വേറെ വിധി, അതിന് വേറെ വിധി, ഇങ്ങനെ അനവസ്ഥാദോഷം വരുമെന്നും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഉപനിഷത്ത് വാക്യങ്ങളിൽ നിന്നും ആ ബോധം ഉണ്ടാകുന്നതിന് മറ്റൊരു പ്രേരണ വേണ്ടേ, വിധി വേണ്ടേ, അങ്ങനെ ചിന്തിച്ചാൽ അതിന് വേറൊരു വിധി അങ്ങനെ പോകും. ഏകമേവാദ്വിതീയം ബ്രഹ്മ ഇത്യാദി വാക്യേഷു വിധിരവഗമ്യതേ. അത് മാത്രമല്ല, ഏകമേവാദ്വിതീയം തുടങ്ങിയ വാക്യങ്ങളിൽ വിധിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ പോലുമില്ല. ദ്രഷ്ടവ്യ, പ്രജ്ഞാം കുർവീത തുടങ്ങിയ പദങ്ങൾ പോലും അവിടെയില്ല. ആത്മസ്വരൂപ അന്വാഖ്യാനേനൈവ അവസ്ഥിതത്വ. ആ വാക്യങ്ങളെല്ലാം സ്വയം പൂർണ്ണമാണ്. വാക്യങ്ങളെല്ലാം സ്വയം ചാരിതാർത്ഥ്യത്തെ പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെ? ആത്മസ്വരൂപ അന്വാഖ്യാനം, ആത്മസ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. വാക്യത്തെ ശ്രവിക്കുന്നവന്, ആ ശ്രോതാവിന് ആ ശ്രോതാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. അത്രയേ ഉള്ളൂ. അതിനപ്പുറം ആ വാക്യത്തിൽ പ്രവർത്തന, പ്രേരണ, ഭാവന അങ്ങനെയൊന്നില്ല. അതാണ് അദ്വൈതം. അദ്വൈത ബോധം അതാണ്. വീണ്ടും മീമാംസകർ ചോദിക്കുകയാണ്, വസ്തുസ്വരൂപ അന്വാഖ്യാനം മാത്രം പ്രാമാണ്യം. കേവലം വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് ഒരു വാക്യം പ്രമാണമാകത്തില്ല. ആ വാക്യത്തെ പ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല. എങ്ങനെ? അഥാഭിരോധി യഥരോധി തദ് രുദ്രസ്യ രുദ്രത്വമാതു വസ്തുസ്വരൂപ അന്യാഖ്യാനം മാത്രത്വ പ്രാമാണ്യം. പൂർവ്വമീമാംസകർ തന്നെ വിചാരം ചെയ്തിട്ട് ചില വാക്യങ്ങളെ പ്രാമാണികമായി സ്വീകരിക്കുന്നില്ല. സ്വരോധി നിതരോധി തദ് രുദ്രസ്യ രുദ്രത്വം. പല ഭാഗങ്ങളിൽ ഇത് വരുന്നതാണ്. ദേവന്മാര് യുദ്ധത്തിന് പോയപ്പോൾ ശ്രുതി പറയുന്ന ഒരു കഥയാണ്. സ്വർണത്തെ സൂക്ഷിക്കാൻ വേണ്ടി അഗ്നി ഏൽപ്പിച്ചു. പക്ഷെ അഗ്നി എന്ത് ചെയ്തു? സ്വർണത്തെ അടിച്ചു മാറ്റി. ദേവന്മാർ തിരിച്ചു വന്നപ്പോൾ സ്വർണമില്ല. അവരെല്ലാവരും കൂടെ അഗ്നിയെ വളച്ചു വെച്ച് ഭേദ്യം ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്തു. അഗ്നി കരഞ്ഞു. ഒരു കഥയാണ്. കരഞ്ഞപ്പോ ആ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ തുള്ളികളാണ് വെള്ളിയായി മാറിയത്. ഇതൊരു കഥയാണ്. പറയുന്നു, ഇത് ഈ കഥയിൽ കഴമ്പില്ല എന്ന് വേദം തന്നെ പറയുന്നു. ഈ കഥയിൽ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ദേവാസുര യുദ്ധം ഉണ്ടായിരുന്നു. അവിടെ അഗ്നി എന്ന് പറയുന്ന ഒരു ദേവത ഉണ്ടായിരുന്നു. ആ ദേവതയെ സ്വർണ്ണം ഏൽപ്പിച്ചെന്നോ അല്ലെങ്കിൽ അത് കരഞ്ഞെന്നോ അത് വെള്ളിയാണെന്നോ അർത്ഥവാദ കഥകളാണ്. ഈ വേദത്തിലും മറ്റും ഇങ്ങനെ ഒരുപാട് അർത്ഥവാദ കഥകളുണ്ട്. ഇതിനാണ് വസ്തുസ്വരൂപ അന്വാഖ്യാനം എന്ന് വെച്ചാൽ വെറും കഥ പറച്ചിൽ. ഈ കഥ പറച്ചിലൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടെന്താ താല്പര്യം? അതുകൊണ്ട് മറ്റെന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, അതെടുക്കുക. അതിനൊരു താല്പര്യം കാണും, കഥയിലല്ല താല്പര്യം. അത് മീമാംസകർ തന്നെ ഈ കാര്യം നിർണയിച്ചിട്ടുള്ളതാണ്. അതാണ് ഇന്നത്തെ ആൾക്കാർ, ഇന്ന് ഇതൊക്കെ പഠിക്കുന്നവരും പഴയ ആചാര്യന്മാരും തമ്മിലുള്ള വ്യത്യാസം. അഗ്നി കരഞ്ഞപ്പോഴാണ് വെള്ളി ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേദം പഠിക്കുന്നവർ പറയും, ഉണ്ടോ നമ്മുടെ സയൻസ് പറഞ്ഞിട്ടുണ്ട് അഗ്നിയിൽ നിന്നാണ് വെള്ളി ഉണ്ടായത്. അതിന് ഉള്ള ശാസ്ത്രീയമായ വിശദീകരണമാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ വെള്ളി ഉണ്ടായത് അഗ്നിയിൽ നിന്നാണ്. ഇങ്ങനെ പറയും. അതിന്നുള്ളവർ പഠിച്ചു കഴിഞ്ഞു. വൈദികന്മാർ പറയുന്ന, ആചാര്യന്മാർ പറയുന്ന ഇങ്ങനെയുള്ള പൊട്ടക്കഥകളിലൊന്നും ഒരു കഴമ്പുമില്ല. അതിന്റെ പിറകെ പോകരുത്. അഗ്നിയിൽ നിന്നാകാൻ ചിലപ്പോൾ വെള്ളി ഉണ്ടായത്, ചിലപ്പോൾ അതിൽ നിന്നായിരിക്കത്തില്ല. ഇതൊന്നും പറഞ്ഞു തരുന്നു വേദത്തിന്റെ താല്പര്യമേ അല്ല. അതൊന്നും വേദം ഉദ്ദേശിച്ചിട്ടില്ല. ചിലപ്പോൾ അഗ്നിയിൽ നിന്നായിരിക്കും വെള്ളി ഉണ്ടായത്, ആർക്കറിയാം.
നിങ്ങൾ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഗവേഷണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടെത്തിയെന്നിരിക്കും. കണ്ടെത്തിയില്ലെങ്കിലും വേദം പറഞ്ഞുകൊണ്ട് പറയും ഞങ്ങളുടെ സയൻസിൽ അതാണെന്ന് പറയും. അന്ധമായ വേദഭക്തിയുള്ളവർ ഇതിന്റെ പുറകെ നടക്കും. ഇവിടെ പറയുന്നത് അതിനൊന്നും അത് കഥയായിട്ട് തന്നെ എടുത്താൽ മതി. അതിന്റെ താല്പര്യം എന്താണ്? അത് വൈദികന്മാർക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചാണ് അവരതിന്റെ താല്പര്യത്തെ കാണുന്നത്. യാഗത്തിൽ രജതം ദാനമായി കൊടുക്കാൻ പാടില്ല, സ്വർണമേ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് അവരുടെ താല്പര്യം. അവരിതിൽ കണ്ടെത്തുന്ന താല്പര്യം. എന്തായാലും ഒരു കാര്യം പറയുന്നു, ആ കാര്യത്തിൽ നമുക്ക് യോജിക്കാം. എന്താണ്? ഇത്തരം പൊട്ടക്കഥകളെയൊന്നും സത്യമായി ധരിച്ചുകൊണ്ട് പിന്നെ അതിൽ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. അഗ്നിയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരാണ് വെള്ളിയാപ്പ്. അത് നിന്ദ്യമാണ്. കണ്ണുനീര് എന്ന് പറയുന്നത് വിസർജ്യമാണ്. അശുദ്ധ വസ്തുക്കളിൽപ്പെട്ടാണ്. ശരീരത്തിലെ ദ്വാരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതെല്ലാം വിസർജ്യങ്ങളാണ്, അശുദ്ധമാണ്. അത് സ്പർശിച്ചാൽ കുളിക്കണം. ഏതായാലും ശരീരത്തെ ദുർഗന്ധവും അശുചിയുമാക്കുന്നതാണ്. അങ്ങനെയുള്ള ഒന്ന് അതിന് സമാനമാണ് ഈ സാധനം, വെള്ളി. അതുകൊണ്ടത് ദാനം ചെയ്യരുതെന്നാണ് മീമാംസകർ സമർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ സ്വർണത്തിനാണ് വില കൂടുതൽ, അതുകൊണ്ട് വെള്ളി തരരുതെന്നാണ് അതിന്റെ മറ്റൊരു താല്പര്യം. കാരണം ദാനം കൊടുക്കുന്നത് ക്ഷത്രിയായ രാജാക്കന്മാർ, വാങ്ങുന്നത് പുരോഹിതന്മാർ. അപ്പോൾ അവർ നല്ല സാധനം ദാനമായി കിട്ടണമെന്ന് ആഗ്രഹിക്കും. അതതിന്റെ വേറൊരു വശം. എന്തായാലും അവർ കണ്ടെത്തുന്ന താല്പര്യം എന്തായാലും ആ കഥയിൽ താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ വസ്തുസ്വരൂപ അന്യാഖ്യാനം മാത്രം അപ്രാമാണ്യം. അതുപോലെ ഒന്നും വിധിക്കുന്നില്ല, ഏകമേവ അദ്വിതീയം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ആ പറയുന്ന അർത്ഥത്തെ എടുക്കണ്ട. ഒന്നുകിലത് യാഗം ചെയ്യുന്ന യാഗകർത്താവിന്റെ മഹത്വത്തെ കാണിക്കാനോ, അല്ലെങ്കിൽ യാഗത്തിൽ ഏതൊരു ദൈവതയെ ഉദ്ദേശിച്ചിട്ടാണോ ദ്രവ്യപ്രക്ഷേപം ചെയ്യുന്ന ആ ദേവതയുടെ മഹത്വത്തെ കാണിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളായിരിക്കും. അതിന്റെ വാക്യത്തെ എടുക്കരുതെന്നാണ്. ഏവം ആത്മാർത്ഥവാക്യാനാം, അതുപോലെയാണ് ഈ ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കുന്ന ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ എന്നാണെങ്കിലും അത് ശരിയല്ല. വിശേഷ അതിൽ മീമാംസകരോട് അദ്വൈതവരും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ട്. എന്താണ് എന്ന വാക്യസ്യ വസ്തു അന്വാഖ്യാനം ക്രിയ അന്വാഖ്യാനം പ്രാമാണ്യ അപ്രാമാണ്യ കാരണം. ഒരു വാക്യം പ്രമാണമാണോ അപ്രമാണമാണോ എന്ന് ചിന്തിക്കുന്നത് അത് സിദ്ധ വസ്തുവിനെ കുറിച്ച് പറയുന്നു, അതോ അല്ലെങ്കിൽ ഒരു കർമ്മത്തെക്കുറിച്ച് പറയുന്നു ഒന്നും നോക്കിയിട്ടല്ല. അത് വെച്ച് വാക്യത്തെ പ്രമാണമായി സ്വീകരിക്കും. പിന്നെ എങ്ങനെയാണ് കിം തർഹി നിശ്ചിത ഫലവത് വിജ്ഞാന ഉത്പാദകത്വം. ഒരു വാക്യം നിശ്ചിതമായ ഫലം, ഒരു മാറ്റവും വരാത്ത ഫലം, വ്യക്തമായ ഫലത്തെ ഉണ്ടാക്കുന്ന വിജ്ഞാനത്തെ, അറിവിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാക്യം പ്രമാണമാണ്. ഏകമേവ അദ്വിതീയം തുടങ്ങിയ വാക്യങ്ങൾ സംസാര നിവൃത്തി അല്ലെങ്കിൽ അജ്ഞാന നിവൃത്തി രൂപത്തിലുള്ള നിശ്ചിതമായ ഫലം, മോക്ഷഫലം അതിനെ കൊടുക്കുന്ന ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. വാക്യത്തിൽ നിന്ന് ജ്ഞാനം, ജ്ഞാനം കൊണ്ട് അജ്ഞാന നിവൃത്തി, അങ്ങനെ മോക്ഷം. അങ്ങനെ ഇത് സഫലമാണ്. സഫലങ്ങളായ വാക്യങ്ങളെല്ലാം പ്രമാണങ്ങളാണ്. തദ്യത്രാസ്തി തത് പ്രമാണം വാക്യം എത്ര നാസ്തി തത് അപ്രമാണം. അങ്ങനെ ഒരു ഫലത്തെ കൊടുക്കാത്ത വാക്യമാണെങ്കിൽ അതിനെ അപ്രമാണമായി സ്വീകരിക്കുക. അതൊക്കെ അർത്ഥവാദം. കിഞ്ചഭൂ പൃച്ഛാമഹ ത്വാം ആത്മസ്വരൂപ അന്വാഖ്യാന പരേഷു വാക്യേഷു ഫലവത് നിശ്ചിതം ച വിജ്ഞാന ഉത്പദ്യതേ നവ. പറയുന്നു, ഇത്രയും സമയത്തെ ചർച്ചയിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? സിദ്ധാന്തം ചോദിക്കണം. കിഞ്ചഭൂ പൃച്ഛാമഹ, ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്താണ്? ആത്മസ്വരൂപ അന്വാഖ്യാന പരേഷു വാക്യേഷു, ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ.
തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ അതിൽ ഫലവത് നിശ്ചിതം വിജ്ഞാനം ഉത്പദ്ധ്യതയാണ്. അതിൽ നിന്ന് ഫലവത്തായ നിശ്ചിതമായ വിജ്ഞാനം ഉണ്ടാകുന്നോ ഇല്ലേ? എന്താ വെറുതെ വാശി പിടിക്കുക? ഈ ചർച്ച കേട്ടാൽ നമുക്ക് തോന്നും ആരെയോ എന്തോ അംഗീകരിപ്പിക്കാൻ വേണ്ടി വെറുതെ വാശി പിടിക്കുകയാണ്. ഭാഷകാരൻ പറയുന്നത് ഒരു വാശിയല്ല. നിങ്ങൾ വേദാധ്യയനം ചെയ്തിട്ടുണ്ട്, വേദാർത്ഥത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളെ ശ്രദ്ധിക്കുക. തത്വമസി ഏകമേവാദ്വിതീയം തുടങ്ങിയ വാക്യങ്ങൾ എന്താ അതിന്റെ ഫലം? ആ വാക്യത്തിൽ നിന്നുള്ള ബോധമുണ്ടാകുമ്പോൾ, ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ, ആ വാക്യങ്ങൾ നിങ്ങളുടെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം മാറുന്നില്ലേ? നിങ്ങൾക്കുണ്ടായിരുന്ന ഭ്രാന്തി, തന്നെ സംബന്ധിച്ചുള്ള ഭ്രാന്തി മാറുന്നില്ലേ? അങ്ങനെ ആ ഭ്രാന്തി മാറത്തക്ക, തന്നെ സംബന്ധിച്ചുള്ള അജ്ഞാനം ഇല്ലാതാകത്തക്ക വാക്യം ജ്ഞാനം ഉണ്ടാകുന്നുണ്ടല്ലോ. ഇല്ലാന്ന് പറയാൻ കഴിയും. വിജ്ഞാനം ഉത്പദ്ധ്യത അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ലേ? ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ വാക്യമൊക്കെ ശ്രമിച്ചിരുന്നത് എന്ത് ജ്ഞാനം ഉണ്ടായെന്ന് പറയേണ്ടി വരും. ഒരു ശിശുവിനോ അല്ലെങ്കിൽ ഒരു മന്ദപ്രജ്ഞനോ ഉണ്ടാകുന്നത് പോലുള്ള ഒരു ബോധമാണോ നിങ്ങൾക്കുണ്ടായത്? അല്ലല്ലോ. ശ്രുതി എന്താണോ ബോധിപ്പിക്കുന്നത്, ശ്രുതിയുടെ താല്പര്യം എന്താണോ ആ ബോധം ഉണ്ടായാലേ പറ്റൂ. അത് മാറാൻ പറ്റത്തില്ല. കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെന്ന് ബോധം ഉണ്ടാവും ഇല്ലല്ലോ. ആ ശബ്ദം ഏതൊരു ബോധത്തെയാണോ ഉള്ളിൽ ഉണ്ടാക്കാൻ ഒരുമ്പെട്ടിരിക്കുന്നത് ആ ബോധം ഉണ്ടായാലേ പറ്റൂ. അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് കാണും. അതുപോലെ ഈ ഉപനിഷത്ത് വാക്യങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ബോധം ഉണ്ടായാലേ മതിയാവും. ഇതാരും അടിച്ചേൽപ്പിക്കുന്ന കാര്യമില്ല. ശബ്ദസ്വഭാവത്വം, ഇത് ശബ്ദത്തിന്റെ സ്വഭാവമാണ്. പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്ന ശബ്ദം ശ്രവിച്ചു കഴിഞ്ഞാൽ ആ പരമാർത്ഥം അവന് വെളിപ്പെട്ടേ മതിയാകും. ഉത്പദ്ധ്യതേച്ച് കഥമപ്രാമാണ്യം. ശരി പറയുന്നു, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശ്രുതിയുടെ താല്പര്യം ഇത് തന്നെയാണ്. ഏകമേവ അദ്വിതീയം ബ്രഹ്മാന്ന് തന്നെയാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വാക്യം ഇങ്ങനെ അപ്രാമാണ്യമാകും. പിന്നെ അവിടെ വിധിയുടെ ആവശ്യം തോന്നുന്നു. എവിടെയാ വിധി? കിംവ ന പശ്യസി അവിദ്യാശോകമോഹ ഭയാദി സംസാര ബീജദോഷ നിവൃത്തിം വിജ്ഞാനഫലം. എന്താ അത് നീ സ്വയം അനുഭവിക്കുന്നില്ലേ? കിംവ ന പശ്യസി, നീ അത് സ്വയം അനുഭവിക്കുന്നില്ല. എന്താണ്? വേദവാക്യത്തിൽ നിന്ന് വേദവാക്യം ശ്രവിച്ചു, അതിൽ നിന്ന് ബോധമുണ്ടായി. ബോധമുണ്ടായ എന്താണ്? അവിദ്യ. അതുവരെ തന്നെ കുറിച്ച് എന്താ ധരിച്ചിരുന്നത്? തനി ശരീരമാണ്, അല്ലെങ്കിൽ ഈ ശരീരവുമായി ബന്ധപ്പെട്ട ആ ശരീര താതാത്മ്യം കൊണ്ടുള്ള ബോധമാണ്. താൻ പുരുഷനാണ്, സ്ത്രീയാണ്, മാതാവാണ്, പിതാവാണ്, യുവാവാണ്, വൃദ്ധനാണ്. ഇങ്ങനെയൊക്കെയുള്ള ബോധമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തെ മറച്ചിരുന്നു അവിദ്യ, ശോകമോഹം. ആ അവിദ്യ കൊണ്ട് ഈ ശരീര താതാത്മ്യം ഉണ്ടായി. ആ ശരീര താതാത്മ്യം കൊണ്ടുണ്ടായ ശോകമോഹം. വെളിച്ചമില്ലെങ്കിൽ പിന്നെ അവിടെ ഇരുട്ടേ വേണം. മൂന്നാമതൊരു സാധനമില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നുകിൽ വെളിച്ചം, വെളിച്ചത്തിന്റെ അഭാവത്തിൽ ഇരുട്ട്. ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു സാധനം അങ്ങനെയൊന്നില്ല. ലോകപ്രസിദ്ധമല്ല. വെളിച്ചം, ഇരുട്ട്, അത് കഴിഞ്ഞ് പിന്നെ പറയാൻ ഒന്നുകൂടി. അങ്ങനെ ഒന്ന് ജീവൻ അനുഭവിച്ചിട്ടില്ല. ഒരു ജീവനും സൃഷ്ടി തുടങ്ങി ഇന്നുവരെ ആരും അനുഭവിച്ചിട്ടില്ല. എന്തെങ്കിലും വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട്. അതുപോലെ ഒരുവനെ സംബന്ധിച്ചിടത്തോളം, ഇത് ശ്രവണം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ആകെ കൈമുതലായുള്ളത് അവിദ്യയാണ്.
സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞത. നീ ആത്മാവാണ്, നിന്റെ സ്വരൂപം ഇന്നതാണ് എന്നറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്നില്ല. ശരി, ആത്മാവ് എന്താണ് അതറിയാമോ? അതറിയത്തില്ല. നീ എന്റെ വാസ്തവ സ്വരൂപം ഇന്നതാണ് അറിയാമോ? അറിയില്ല. അവിടെയെല്ലാം അറിയില്ല അറിയില്ല എന്ന് ആവർത്തിക്കുന്നു. പക്ഷെ എനിക്ക് എന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നില്ല. ഇതാണ് അവിദ്യ. ഈ അറിവില്ലായ്മ കൊണ്ട് ഞാനിപ്പോൾ എന്നെ അറിയുന്നത് മറ്റു പല ഭാവങ്ങളും സ്ത്രീ പുരുഷാദി ഭേദബുദ്ധിയോടുകൂടി അറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ അതുകൊണ്ട് ശോകമോഹം ശോകമോഹം ഭയം തുടങ്ങിയ സംസാര ബീജദോഷങ്ങൾ, ആ സംസാരത്തിന് ബീജമായിരിക്കുന്ന ദോഷങ്ങൾ, അതിന്റെ നിവൃത്തി ആ സംസാര ബീജദോഷ നിവൃത്തി, അതാണ് വിജ്ഞാനത്തിന്റെ ഫലം. അതാണ് വിജ്ഞാന ഫലമായിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് അനുഭവിക്കുന്നില്ലേ? സംസാര ബീജദോഷ നിവൃത്തി, സംസാരത്തിന് ബീജമായിരിക്കുന്ന ആ ദോഷം, അതിന്റെ നിവൃത്തി, വിജ്ഞാനത്തിന്റെ ഫലം അതനുഭവിക്കുന്നില്ലേ എന്നാണ്. അതായത് ശ്രുതി ഇങ്ങനെ ബോധിപ്പിക്കുമ്പോൾ തന്റെ സ്വരൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവിടെ മറ്റു തരത്തിൽ ധരിക്കരുത്. അപ്പൊ തന്നിൽ ഈ സംസാരത്തിന്, എന്നുവെച്ചാൽ ഈ ശോകമോഹാദി അനുഭവമാണ് സംസാരം. ആ സംസാരത്തിന് ബീജമായിരിക്കുന്ന അജ്ഞാനം അത് തന്നിലില്ല, തന്റെ സ്വരൂപത്തിലില്ല. അതുകൊണ്ട് തന്നെ അജ്ഞാനം കൊണ്ട് വരുന്ന ഭയശോകമോഹാദികൾ തന്നിലില്ല എന്നുള്ള ബോധം കൊണ്ടാണ് ഇതിന്റെ നിവൃത്തി എന്ന് പറയുന്നതാണ്. ഇവിടെ തെറ്റിദ്ധരിക്കരുത്. ഉപനിഷത്ത് തത്വമസിന്ന് കേട്ടു, എനിക്ക് ശോകമോഹ ഭയമൊന്നും മാറിയില്ലല്ലോ എന്ന് പരാതി പറയുന്നു. ശ്രുതി അതല്ല പറയുന്നു. ശ്രുതി പറയുന്നത് എന്താണ്? നിന്റെ സ്വരൂപം ഇന്നതാണ്. ആ സ്വരൂപത്തിൽ ഈ സംസാരത്തിന് ബീജഭൂതമായിരിക്കുന്ന അവിദ്യയോ ശോകമോഹാദികളോ ഇല്ല എന്നാണ് ബോധിപ്പിക്കുന്നത്. ആ ഇല്ല എന്നുള്ള ബോധം അതുകൊണ്ട് ബോധ്യപ്പെടുന്നു. അതാണ് അവിടെയുള്ള അവിദ്യ അല്ലെങ്കിൽ ശോകമോഹാദി ദോഷങ്ങളുടെ നിവൃത്തി എന്ന് പറയുന്നതാണ്. തത്വജ്ഞാനം കൊണ്ടുവരുന്ന ശോകനിവൃത്തി എന്ന് പറയുന്നതാണ്. ഒന്ന്, തന്റെ വാസ്തവ സ്വരൂപം എന്തെന്ന് ബോധിക്കുക. രണ്ട്, തന്റെ സ്വരൂപത്തിൽ ഇതൊന്നും ഇല്ലെന്ന് ബോധിക്കുക. അതാണ് ശോകമോഹാദികളുടെ നിവൃത്തി. ശോകമോഹാദികൾ ആന്തരികമായ പ്രപഞ്ചമാണ്. ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങൾ ബാഹ്യപ്രപഞ്ചമാണ്. ഈ ബാഹ്യപ്രപഞ്ചം എത്ര കാലം പ്രതീതമാകുമോ അതുവരെ ആന്തരികമായ പ്രപഞ്ചവും നിലനിൽക്കും. കാരണം ഒന്ന് സ്ഥൂലമായ ഭാവം, മറ്റൊന്ന് സൂക്ഷ്മമായ ഭാവം. തത്വജ്ഞാനം കൊണ്ട് ഇതിന്റെ നിവൃത്തി എന്ന് പറയുമ്പോൾ ഇത് മറഞ്ഞു പോകലല്ല,
അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. മനസ്സ്, ഇന്ദ്രിയം, ശരീരം തുടങ്ങിയ ഈ സംഘാതം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതും മറഞ്ഞു പോകത്തില്ല. ഇനി ഇതിനെ മറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് തത്വജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഒന്നുകിൽ ഉറങ്ങുക, അല്ലെങ്കിൽ ചിത്തവൃത്തി നിരോധത്തെ മുമ്പ് പറഞ്ഞത് ശീലിക്കുക. സമാധിക്ക് തത്വജ്ഞാനത്തിന്റെ ആവശ്യമില്ല. പറഞ്ഞല്ലോ, സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാത സമാധികളിൽ നിന്നാണ് വിവേകഖ്യാതി. അപ്പോൾ ജ്ഞാനത്തിന് മുമ്പുള്ള അവസ്ഥയാണ് സമാധി, യോഗപക്ഷത്തിൽ. ആ സമാധിയിൽ പ്രപഞ്ച വിസ്മരണം സംഭവിക്കും, പ്രപഞ്ചബോധമില്ലാതിരിക്കും. അവിടെ അത്തരത്തിലുള്ള നിവൃത്തി ഉണ്ടാകും. അല്ലെങ്കിൽ സുഷുപ്തിയിൽ അവിടെ പ്രപഞ്ച വിസ്മരണം, അല്ലെങ്കിൽ വിസ്മരണം പോലെ എന്ന് പറയാം. എന്തായാലും സുഷുപ്തനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം അവിടെ നിവൃത്തമാണ്. അന്യർക്കതുണ്ടെങ്കിൽ തന്നെ സംബന്ധിച്ച് അത് നിവൃത്തമാണ്. സുഷുപ്തിയിൽ ആന്തരികമോ ബാഹ്യമോമായ പ്രപഞ്ചാനുഭവം ഉണ്ടാകും. ഇതെല്ലാം അദ്വൈത ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇത് രണ്ടുമാണ് ആവശ്യമെങ്കിൽ, ഇതാണ് ആവശ്യമെങ്കിൽ ഈ രണ്ടിലേതെങ്കിലും ഒരു പ്രക്രിയ സ്വീകരിക്കും. തത്വജ്ഞാനത്തിലും എന്താണ് തത്ര ഗോമോഹ കശോക ഏകത്വം അനുപശ്യത അടുത്ത് പറയുന്നു. തത്ര ഗോമോഹ കശോക ഏകത്വത്തെ കാണുന്നവനെവിടെയാണ് ശോകമോഹങ്ങൾ? ഏകത്വത്തെ അറിയുന്നവനെന്നാണ് പറയുന്നത്. ഏകത്വത്തെ അറിയാതെ ഉറങ്ങുന്നവനെന്ന് പറയുന്നില്ല. വാസ്തവത്തിൽ ഉറങ്ങുന്നവന് ശോകമോഹങ്ങളില്ലല്ലോ. പക്ഷെ അതാണോ പറയുന്നത്? ഏകത്വം അനുപശ്യത, ഏകത്വത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്നാണ്. ഇനി സർവവൃത്തികളെയും നിരോധിച്ച് അസംപ്രജ്ഞാത സമാധിയിരിക്കുന്നവനുമല്ല, അവനൊരു ബോധവുമില്ല. കിഞ്ചിതവി പ്രജ്ഞായത്തെ എന്നാണ് യോഗി പറയുന്നത്. യാതൊന്നിന്റെയും പ്രജ്ഞാനം അവിടെ ഇല്ല. അതും ഇവിടെ പറയുന്നില്ല. മറിച്ച് ഇവിടെ എന്താ പറയുന്നത്? ഏകത്വം അനുപശ്യത, ഏകത്വത്തെ കാണുന്നവന്, ഏകത്വത്തെ കാണുന്നവനിൽ ശോകമോഹാദികൾ ഇല്ല, നിവർത്തിച്ചിരിക്കുന്നു. അതാണ് ഏകത്വ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഏകത്വ സാക്ഷാത്കാരത്തിൽ ആ ഏകത്വത്തിൽ അതിനെ നിഷേധിക്കുന്നു. അതാണ് മുമ്പ് പറഞ്ഞ രണ്ടവസ്ഥയുള്ളൂ. ഒന്നുകിൽ വെളിച്ചം, അല്ലെങ്കിൽ ഇരുൾ. അവിടെ എന്ത് ചെയ്യുന്നു? ബോധം കൊണ്ട് ഇരുളിനെ നിഷേധിച്ചു. അപ്പോൾ ബോധം എവിടെയില്ലെന്ന് പറയുന്നു? തൻ സ്വസ്വരൂപത്തിലില്ല എന്നാണ്. മറിച്ചൊന്നും പറയുന്നില്ല. എന്താണ്? നിന്റെ ശരീരത്തിലില്ലെന്ന് പറയുന്നില്ല, നിന്റെ മനസ്സിലില്ലെന്ന് പറയുന്നില്ല, നിന്റെ ഇന്ദ്രിയങ്ങളിലൊന്നുമില്ലെന്ന് പറയുന്നില്ല. അതൊന്നും ഇവിടെ പറയുന്നില്ല. സ്വസ്വരൂപത്തിൽ ഇതൊന്നുമില്ല. ഇതാണ് ബോധം. അപ്പോൾ സ്വസ്വരൂപത്തിൽ അതൊക്കെ ഉണ്ടെന്നുള്ള ബോധത്തെ ബാധിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. വിജ്ഞാനഫലം അതാണ് ഈ ദോഷനിവൃത്തി. നിവൃത്തിയുടെ താല്പര്യം അതാണ്. പക്ഷെ ഇങ്ങനെ ഒരു വിജ്ഞാനഫലം, ദോഷനിവൃത്തി, ഇതിൽ കൃതാർത്ഥത തോന്നാത്തവരാണ്. എന്നുവെച്ചാൽ ഈ ബോധത്തെ ദൃഢമായി ഗ്രഹിക്കാത്തവരാണ്. ഇങ്ങനെ ഒരു വിജ്ഞാനഫലം ഉണ്ടെങ്കിലും ഇതാണ് ശരിയായ വിജ്ഞാനഫലം, സ്വരൂപത്തിൽ ഇതില്ല എന്ന് ബോധിക്കലാണ്. പക്ഷെ അങ്ങനെ ബോധിച്ചിട്ടും വീണ്ടും പ്രപഞ്ചാനുഭവവും സുഖദുഃഖാദി അനുഭവവും എന്നിലുണ്ടല്ലോ എന്ന് വീണ്ടും കരുതുന്നു. തന്നിലില്ല എന്ന് ബോധിച്ച കാര്യങ്ങൾ തന്നിലുണ്ടെന്ന് കരുതുന്നു. എന്നാൽ ഇനി ഇത് തന്നിൽ വരാൻ പാടില്ല. അതിനുവേണ്ടി വൃത്തി നിരോധത്തെ അല്ലെങ്കിൽ സമാധി ശീലിക്കുന്നു. അത് രണ്ടാമതൊരു കൂട്ടൽ.
അത് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തമല്ല. ഇവിടെ പറയുന്നത് എന്താണ്? സ്വസ്വരൂപത്തിൽ അതിനെ ബോധിക്കുക. അത് ബോധിക്കാത്തിടത്തോളം കാലം, താല്പര്യത്തെ ബോധിക്കാത്തിടത്തോളം കാലം എന്താണ്? മന്ത്രവിദേവ അസ്മി, ഞാൻ കേവലം മന്ത്രവിത്താണ്. അത് നമ്മൾ വിശദീകരിച്ചാണ് ചാന്തോഗ്യത്തിൽ. നാത്മവിത്ത് സോഹം ഭഗവശോചാമി, അതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു. അതാണ് തന്റെ സ്വരൂപം അവിദ്യാദി ശോകരഹിതമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്കെങ്ങനെ ദുഃഖിക്കാൻ പറ്റും? തന്റെ സ്വരൂപത്തിൽ അതില്ലല്ലോ. ഭഗവാൻ ശോകസ്യ പാരം തരയിതു, അതുകൊണ്ട് എന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട്, ഇരുളിനെ മാറ്റി വെളിച്ചത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ശോകത്തിന്റെ മറുകരയിലെത്തിക്കൂ എന്നാണ്. ഇത്യവുമാദി ഉപനിഷദ് വാക്യശതാനി, ഇങ്ങനെ നൂറുകണക്കിന് ഉപനിഷദ് വാക്യങ്ങളുണ്ട് സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന, പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്നത്. ഏവം വിദ്യതേ കിം സ്വരോദിത്യാദിഷു നിശ്ചിതം ഫലവജ്ഞ വിജ്ഞാനം. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നു, ഏവം വിദ്യതേക്കും, എന്താ ഈ സ്വരോദിത്യാദി വാക്യങ്ങളിൽ ഈ പറയുന്നത് പോലെ നിശ്ചിതമായ ഫലത്തെ കൊടുക്കുന്ന എന്തെങ്കിലും ജ്ഞാനമുണ്ടോ? അതിന് ഒട്ടക്കഥകളല്ലേ. അതിനെ അപ്രാമാണ്യമായി തള്ളിക്കളയുക, അത് പ്രമാണമല്ല. വേദത്തിൽ അങ്ങനെ അപ്രാമാണ്യം വരാമോ? അതിനെ നിങ്ങൾക്ക് പ്രമാണമായി സ്വീകരിക്കണമെങ്കിൽ അതിനെ ഏതെങ്കിലും വിധിവാക്യങ്ങളോട് കൂട്ടിച്ചേർക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സഹായിയായി നിന്നോട്ടെ, മുഖ്യപ്രമാണമായി സ്വീകരിക്കില്ല. അപ്പോൾ വേദം മുഴുവനും പ്രമാണമാകും. വേദത്തിൽ അപ്രാമാണ്യമായൊന്നും കാണത്തില്ല. മറിച്ചാണെങ്കിൽ നിശ്ചിതമായ ഒരു വിജ്ഞാനത്തെ ഉണ്ടാക്കാത്തതുകൊണ്ട് അത് സ്വതന്ത്രമായിട്ടാണെങ്കിൽ അത് അപ്രമാണമാണ്. നശേത് വിദ്യതേ അസ്തു അപ്രാമാണ്യം, അതിനങ്ങനെ സ്വതന്ത്രമായ ഒരു അർത്ഥമില്ലെങ്കിൽ അതിന് അപ്രാമാണ്യമായി സ്വീകരിച്ചോളൂ. തദപ്രാമാണ്യ സത്യപി ഫലവത് നിശ്ചിത വിജ്ഞാന ഉത്പാദകസ്യ അപ്രാമാണ്യം സ്യാത്. വേദവാക്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഫലവത്തായ നിശ്ചിതമായ വിജ്ഞാനത്തിന്റെ ഉത്പാദകമാണത്. ഇപ്പോൾ ഭാഷ്യകാരൻ വളരെ കൃത്യമായ പദങ്ങൾ ഉപയോഗിച്ച് തന്റെ ആശയത്തെ സ്പഷ്ടമാക്കിയിരിക്കുകയാണ്. എന്താണ് ഫലവത്തായ നിശ്ചിതമായ വിജ്ഞാനം? അത് നമ്മൾ പറഞ്ഞു. അജ്ഞാന സംശയ വിപര്യാദി ദോഷങ്ങളൊന്നുമില്ലാതെ ശ്രുതി സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംശയം ബാക്കി വെച്ചിട്ടല്ല. അതായിരിക്കുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ? അങ്ങനെയല്ല. വ്യക്തമായി തന്നെ വിജ്ഞാന ഉത്പാദകം എന്നാണ്. അങ്ങനെ ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. ഇത് പറയുമ്പോഴും പലർക്കും സംശയം. ആ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ഒരു വിജ്ഞാനം ഉണ്ടാകാമോ? അങ്ങനെ ഒരു വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മറ്റു സ്ഥലത്ത് പറയുന്നുണ്ട് അപ്രമേയമാണ്, ജ്ഞാനത്തിന് വിഷയമല്ല. പക്ഷെ ഇവിടെ പറയുന്നു സ്വസ്വരൂപത്തെക്കുറിച്ച് നിശ്ചിതമായൊരു വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. സ്വരൂപം ജ്ഞാനത്തിന് വിഷയമല്ലെന്നും പറയുന്നു, നിശ്ചിതമായ വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടാകുന്ന നിശ്ചിതമായ വിജ്ഞാനത്തിന്റെ വിഷയം എന്താണ്? അങ്ങനെ സംശയം വരും. അതുകൊണ്ട് ആൾക്കാർ പറയും ജ്ഞാനം അങ്ങനെ ആത്മാവിനെ സംബന്ധിച്ചൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല. ഉണ്ടാകാത്തതുകൊണ്ട് അതിന്റെ താല്പര്യം എന്താണ്? ആത്മാവായി തന്നെ അങ്ങ് ഇരുന്ന് കളയുക. അതാണ് ആത്മനിഷ്ഠ. പറയുന്ന സ്വരൂപ അവസ്ഥിതി എന്നൊക്കെ പറയുന്ന ആത്മാവായിട്ട് അങ്ങിരിക്കുക. ഇങ്ങനെ പറയും. ആത്മാവായിട്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ പറയുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. ആത്മാവായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആത്മാവ് സ്വയം പ്രകാശമാണ്, സ്വതസിദ്ധമാണ്.
നോദേത്തി അസ്തമേത്യേഷ സംവിദേശ സ്വയം പ്രഭ എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരും ഒരു ജീവനും പോയി ആത്മാവായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ആത്മാവ് എപ്പോഴും ആത്മാവായി തന്നെ ഇരിക്കുകയാണ്. ആത്മാവായി ഇരിക്കെ തന്നെയാണ് ഈ ജീവഭാവവും സംസാരവും ദുഃഖവും ബന്ധവും മോക്ഷകൽപ്പനകളെല്ലാം വരുന്നത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മവിജ്ഞാനത്തെ തന്നെ. അവിടെയും ആൾക്കാർക്ക് ആശയക്കുഴപ്പം വരും. ആത്മാവിനെ വിജ്ഞാനമെന്ന് പറയുന്നു, പിന്നെ ആത്മവിജ്ഞാനമെന്ന് പറയുന്നു. ആത്മസ്വരൂപം തന്നെ വിജ്ഞാനം എന്ന് പറയുന്നു. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, സ്വയം പ്രകാശമായ ജ്ഞാനമാണ് സ്വരൂപം എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നു ആത്മാവിനെ കുറിച്ചുള്ള വിജ്ഞാനം. ഇത് രണ്ടാമത് വിജ്ഞാനം. അങ്ങനെ രണ്ട് വിജ്ഞാനമുണ്ടോ? ആത്യന്തികമായി രണ്ട് വിജ്ഞാനമില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഇവിടെ പറയുന്ന സ്വരൂപസ്ഥിതി പറയുന്നുണ്ടല്ലോ, ഈ ജീവന് ആത്മാവായിട്ടിരിക്കണമെങ്കിൽ, ആത്മനിഷ്ഠനായിരിക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ വിജ്ഞാനം വേണം. ആത്മാവ് സ്വതസിദ്ധമാണ്, സ്വയം പ്രകാശമാണ്, അതിനൊന്നിന്റെ ആവശ്യമില്ല. അത് പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണ്. ഇവിടെ ഇപ്പൊ ജീവൻ അങ്ങനെയല്ല. ജീവന് പ്രശ്നങ്ങളുണ്ട്. സംസാരം അവൻ അനുഭവിക്കുന്നു, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സർവമൂലമായ അജ്ഞാനത്തെ അവൻ അനുഭവിക്കുന്നുണ്ട്. അജ്ഞോഹം, എന്റെ വാസ്തവ സ്വരൂപം നിങ്ങൾ പറയുന്ന തരത്തിൽ എനിക്ക് ബോധിക്കുന്നില്ല, എനിക്കറിയുന്നില്ല. അവിടെ അജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നതിന് ഒരു ജ്ഞാനം കൂടിയേ തീരൂ. അതിനിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫലവത് നിശ്ചിത വിജ്ഞാന ഉത്പാദകം. അങ്ങനെ ആ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ഒരു ജ്ഞാനത്തെ, ജ്ഞാനസ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ഒരു ജ്ഞാനം, ആ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് വിജ്ഞാന ഉത്പാദകം എന്ന് പറയുന്നത്. അതിന് വിജ്ഞാനമെന്ന് പറയാൻ കാരണം അത് വെളിപ്പെടുത്തുന്നത് തന്നിൽ നിന്നും അന്യമായ ഏതെങ്കിലും ഒരു വിഷയത്തെ അല്ല, മറിച്ച് തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത്. സ്വസ്വരൂപത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ രണ്ടാമതൊരു വിജ്ഞാനമുണ്ടോ? അങ്ങനെ ഒരു വിജ്ഞാനം ഉണ്ടെങ്കിൽ ആത്മാവ് അപ്രമേയമാണെന്നിങ്ങനെ പറഞ്ഞു. ആത്മാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ആ വിജ്ഞാനം ആത്മാവ് അപ്രമേയമാണ്. അത് ജ്ഞാനത്തിന് വിഷയമല്ല, ബുദ്ധിക്ക് വിഷയമല്ല, മനസ്സിന് വിഷയമല്ല. ഇത്തരം ജ്ഞാനങ്ങളെ ബാധിക്കുന്ന ജ്ഞാനമല്ല അത് രണ്ടും ഒരു ജ്ഞാനമാണ്. ഏതൊരു ജ്ഞാനമാണോ പറയുന്നത് ആത്മാവ് അപ്രമേയമാണ്, അത് വിഷയമല്ല, മനസ്സിന് വിഷയമല്ല, ബുദ്ധിക്ക് വിഷയമല്ല എന്ന് പറയുന്നത്, ആ ജ്ഞാനത്തെ തന്നെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ജ്ഞാനമില്ല. ആത്മാവ് പ്രമേയമാണ് എന്നുള്ള തെറ്റായ ജ്ഞാനം, തെറ്റായ ജ്ഞാനത്തെ അജ്ഞാനം എന്ന് പറയും. ഭാഷകാരങ്ങനെ പ്രയോഗിക്കും. അറിവില്ലായ്മയും അജ്ഞാനം എന്ന് പറയും. ചിലടത്ത് തെറ്റായ ജ്ഞാനത്തിനെയും ശരിയല്ലാത്ത അറിവിനെയും പറയും ജ്ഞാനം. നമ്മൾ പറയാറില്ല അവന് വിവരമില്ല എന്നുവെച്ചാൽ അവനിപ്പോൾ ഉള്ള വിവരമല്ലെന്നാണ്. വിവരത്തെ തന്നെയാണ് നമ്മൾ വിവരക്കേടെന്ന് പറയുന്നത്. അറിവില്ലായ്മയെന്ന് പറയുന്നത് അറിവിനെ തന്നെ അതുപോലെയും പറയും. ആ ജ്ഞാനം ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനമാണിതല്ല. ആത്മാവ് വിഷയമല്ല എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആത്മജ്ഞാനം അജ്ഞാനത്തെ, അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ടുവന്ന വിപരീത ജ്ഞാനങ്ങളെ നിവർത്തിപ്പിക്കുന്നു. അതാ പറഞ്ഞു വരുന്നു. അതുകൊണ്ട് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ആത്മസ്വരൂപജ്ഞാനമല്ല, ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം. അത് എങ്ങനെ വേണോ പ്രകാശിപ്പിക്കാം. എങ്ങനെ? അത് ഒരു പ്രകാശത്തിനും വിഷയമല്ല എന്ന് വേണമെങ്കിലും അനുഭവം. എന്നാലും അത് ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണ്.
അങ്ങനെയും അതിനെ അറിയും. അത് ബുദ്ധിക്ക് വിഷയമല്ല, വാക്കിന് വിഷയമല്ല എന്നറിയുന്നതും ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അറിവിന് പ്രയോജനമുണ്ട്. എന്താണ്? ഇന്ന് വരെ ഞാൻ ആത്മാവിനെ അറിഞ്ഞിരുന്നു, എന്റെ സ്വരൂപത്തെ ഞാൻ അറിഞ്ഞിരുന്നു. എന്താണ് എന്റെ സ്വരൂപം? ഈ ഞാൻ തന്നെ, ഈ ശരീരാഭിമാനിയായ ഞാൻ തന്നെ. ഇത്തരം ബോധങ്ങളെല്ലാം അത് നിവർത്തിപ്പിക്കുന്നു. അത്തരം ബോധങ്ങൾ നിവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുറിക്കകത്ത് വെളിച്ചത്തിന്റെ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? വാസ്തവത്തിൽ പുറത്ത് സൂര്യൻ പ്രകാശിക്കുകയാണ്. പക്ഷെ എന്നിട്ടും മുറിക്കകത്ത് നമുക്ക് പ്രകാശത്തെ, വിളക്കിനെ കൊടുത്തേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ഇവിടെ വീടെന്ന് പറയുന്ന ഒരു ഉപാധി, അത് ആ പൂർണ്ണപ്രകാശത്തിനൊരു തടസ്സമായി നിൽക്കുന്നു. സങ്കല്പിച്ചു നോക്കുക, ഇതില്ലെങ്കിൽ, ഈ ഉപാധി ഇല്ലെങ്കിൽ പിന്നെ ഈ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്. ഈ ഉപാധികൾ കൊണ്ടുവന്ന ഇരുളിനെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ചെറിയ മെഴുതിരി വെളിച്ചത്തെ നമ്മൾ ആശ്രയിക്കുന്നത്. ഇത് മാറിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ രണ്ട് പ്രകാശമുണ്ട്. ആ സൂര്യപ്രകാശത്തിൽ നിന്ന് ഈ മെഴുകുതിരി വെളിച്ചത്തെ പിന്നെ വേർപെടുത്താൻ പറ്റത്തില്ല. ഒരേ ഒരു പ്രകാശം, രണ്ട് പ്രകാശമുണ്ട്. അതുപോലെ ഈ ആത്മജ്ഞാനം കൊണ്ട് ഇവിടെ ദ്വൈതം സംഭവിക്കത്തില്ല. ദ്വൈതം എന്തായാലും സംഭവിച്ചു, അജ്ഞാനകാര്യമായി. ആ ദ്വൈതങ്ങളെ ഓരോന്നിനായിട്ട് നിഷേധിക്കുന്നു. ആത്യന്തികമായി ദ്വൈതപ്രതീതിയുടെ മൂലകാരണത്തെ നിഷേധിക്കുന്നു, അജ്ഞാനത്തെ നിഷേധിക്കുന്നു. നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഉപാധികളും തന്നിലില്ല. വീടില്ലെങ്കിൽ വിളക്ക് വേണ്ട. കൃത്രിമമായ വീടുണ്ടാക്കി അതിൻ്റെ അകത്ത് കൃത്രിമമായ വിളക്കിനെ ഉണ്ടാക്കും. അതുപോലെ ഈ കൃത്രിമമായ ഉപാധികൾ സൃഷ്ടുവ, അതിനെല്ലാം സൃഷ്ടിച്ചിട്ട് പിന്നീട് ഇതിൻ്റെ അകത്ത് വിളക്ക് കൊടുക്കും. നമ്മുടെ ശാസ്ത്രം, ഗുരു, ശ്രവണം എല്ലാം ഈ ഉപാധികൾ നശിപ്പിക്കുന്ന തരത്തിലാണ് ഈ വെളിച്ചം പ്രകാശിക്കുന്നത്. എങ്ങനെ? ഇതിനകത്തുള്ള ഇരുളിനെ നശിപ്പിക്കത്തക്ക രീതിയിൽ ഇതിൻ്റെ അകത്തെ വെളിച്ചം പ്രകാശിക്കുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ മൂലമായ അജ്ഞാനത്തെയും നിഷേധിക്കുന്നു. ആ മൂലമായ അജ്ഞാനത്തെ നിഷേധിക്കുന്നു. ഇവിടെ ഈ സ്വാഭാവികമായി വരുന്നു അജ്ഞാന കാര്യങ്ങളെല്ലാം നിഷേധിക്കുന്നു. എങ്ങനെ? ഒന്നും സ്വസ്വരൂപത്തിലില്ല. അത് നിഷേധിക്കുന്ന ഈ ജ്ഞാനമാണ്. അജ്ഞാനം ഇവിടെ പറഞ്ഞെന്താണോ? ബീജ, സംസാര ബീജദോഷം. അതുകൊണ്ട് വരുന്ന ശോകമോഹാദികളെല്ലാം ഈ ജ്ഞാനം, വാക്യജന്യമായ ജ്ഞാനം നിഷേധിക്കുന്നത് എന്താണ്? എന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്, ശോകമോഹാദികൾക്ക് അവിടെ ഇടയില്ല, ഇത് നിത്യമാണ്, ഇത്തരത്തിൽ ഇത് അപ്രമേയമാണ്, ബുദ്ധിക്കും മനസ്സിനും വിഷയമാകുന്നതല്ല. അങ്ങനെ ഏതെല്ലാം തരത്തിൽ അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനങ്ങളുണ്ടാകാം, അതെല്ലാം ശ്രുതി ബോധിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് എന്തൊക്കെ വിപരീത ജ്ഞാനങ്ങളുണ്ടോ അതിനെല്ലാം ഇല്ലാതാക്കത്തക്ക രീതിയിൽ. അതാണ് അത്തരം ജ്ഞാനങ്ങളുടെ ആവശ്യം വരുന്നത്. ഈ ശരീര ആത്മബുദ്ധി സത്യമാണെന്ന് തോന്നുന്നതുകൊണ്ട് പറയുന്നു ഇത് സത്യമല്ല, അല്ലെങ്കിൽ അത് ആ ഒരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ സ്വസ്വരൂപത്തെയും ഗ്രഹിക്കാമെന്ന് ബോധമുള്ളതുകൊണ്ട് പറയുന്നു. എന്താണ്? ഇത് അപ്രമേയമാണ്. ഇങ്ങനെയുള്ള ജ്ഞാനം, ആ ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു? സ്വസ്വരൂപത്തിലുള്ള അജ്ഞാനം, അജ്ഞാന സംബന്ധിയായി വന്നിട്ടുള്ള ശോകമോഹാദികൾ, ആന്തരികമായ പ്രപഞ്ചം, ശബ്ദസ്പർശരൂപ രസഗന്ധാദി ബാഹ്യപ്രപഞ്ചം സർവത്തെയും സ്വസ്വരൂപത്തിൽ നിഷേധിക്കുന്ന ഈ ജ്ഞാനം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ശേഷിക്കുന്നത്? പിന്നെ ആ ജ്ഞാനം സ്വരൂപജ്ഞാനം തന്നെയാണ്.
അവിടെ സ്വരൂപജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് പിന്നെ ഒരു ജ്ഞാനത്തിന്റെ നിലനിൽപ്പില്ല, അതിന്റെ ആവശ്യമില്ല. വീടില്ലെങ്കിൽ പിന്നെ ഇവിടെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. സൂര്യന്റെ പ്രകാശം തന്നെയുണ്ട്. എന്തുകൊണ്ട്? അവിടെ ഇരുളില്ല, അതുകൊണ്ട് അവിടെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ഇരുളുള്ളിടത്ത് പ്രകാശമില്ല. അതാണ് വിജ്ഞാന ഉത്പാദകം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജ്ഞാനം ഈ വേദാന്ത വാക്യശ്രവണത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് പറഞ്ഞത്. ആ ജ്ഞാനം തന്നെ സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലുള്ള മിഥ്യാജ്ഞാനങ്ങളെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുമ്പോൾ ആ ബോധത്തിൽ തന്നിൽ ഈ ശോകനിവൃത്തി, സംസാര നിവൃത്തി സംഭവിക്കുന്നു. ആ ബോധം കൊണ്ട് സംഭവിക്കുന്നു. അതിന് എന്താണ്? നിശ്ചിത വിജ്ഞാന ഉത്പാദകമായ ഒരു ശ്രുതി അതാവശ്യമാണ്. അങ്ങനെയാണ് സ്വസ്വരൂപത്തിലുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് ആത്മജ്ഞാനത്തിന്റെ ഫലം, സംസാര നിവൃത്തി, മോക്ഷം എന്ന് പറയുന്നത്.